ഫൈനലി ഹീറോയുടെ എക്സ്പൾസ് 400 വീണ്ടും ടെസ്റ്റിങ്ങിൽ സ്പോട്ട് ചെയ്തേക്കാണ്. ലോങ് ടൈമിന് ശേഷമാണ് വണ്ടി ഇപ്പോൾ ടെസ്റ്റിങ്ങിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. ടെസ്റ്റിങ്ങിൽ കിട്ടിയിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ നോക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഹീറോ ഈ ഒരു ബൈക്കിന് കൊടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഡീകോഡ് ചെയ്തിട്ട് നോക്കാം. ലഡാക്കിലാണ് വണ്ടി ഇപ്പോൾ ടെസ്റ്റിങ്ങിൽ സ്പൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും ഈ ഒരു ലഡാക്ക് റേഞ്ചിലാണ് കൂടുതലും ടെസ്റ്റിംഗ് നടത്താറ്. പ്രത്യേകിച്ച് ഹീറോ ഒക്കെ ഈ ഒരു ടെറൻസിലൂടെ തന്നെയാണ് ടെസ്റ്റിംഗ് കൂടുതൽ നടത്താറ്. ഓക്സിജൻ്റെ അളവൊക്കെ കുറഞ്ഞൊരു ഏരിയസാണ്. വണ്ടി എങ്ങനെ ആ ഒരു ടെറൻസിലൂടെ ടാക്കിൾ ചെയ്ത് പോകുന്നു, വണ്ടിയുടെ ടെമ്പറേച്ചർ കൺട്രോളിങ്, പവർ ലോസ് എങ്ങനെ മനസ്സിലാക്കുക, ഇതൊക്കെയാണ് മെയിനായിട്ട് അവർ ആ ഒരു ടെറൻസിലൂടെ ഓടിച്ച് മനസ്സിലാക്കുന്നത്. ഈ ഒരു ഫോട്ടോസ് വീഡിയോസ് നോക്കുമ്പോൾ ഡെക്കാർ ടീമുമായിട്ടാണ് ഇപ്പോൾ വണ്ടി ടെസ്റ്റിങ്ങിൽ സ്പോട്ട് ചെയ്തിട്ടുള്ളത്. ഡെക്കാറുമായിട്ടൊക്കെ ചെറിയൊരു കണക്ഷൻ ഈ ഒരു ബൈക്കിന് ഉണ്ടാകാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെങ്കിലും മുമ്പ് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഡെക്കാർ ടീംസാണ് വണ്ടി ബിൽഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറോ മോട്ടോർ സ്പോർട്സിലെ ഡെക്കാർ ടീമിലെ റൈഡറായിട്ടുള്ള നാച്ചോനെ ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. ഒരു പ്രോപ്പർ അഡ്വഞ്ചർ ബൈക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് വണ്ടി അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. കുറച്ചുകൂടി ലോങ് ഡ്രൈവിങ്ങിനൊക്കെ കേപ്പബിൾ ആയിട്ടുള്ള എഞ്ചിനും ആയിരിക്കും. ഇതൊരു ഫുള്ളി ടെസ്റ്റിംഗ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ മാക്സിമം കവേർഡ് ആയിട്ടാണ് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തേക്കുന്നത്. എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാനും പറ്റും. ഫുള്ളി LED സെറ്റപ്പിലാണ് വണ്ടി വരാൻ പോകുന്നത്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റും ബാക്കത്തെ ടൈൽ സെക്ഷനും എല്ലാം LED ആയിരിക്കും. വണ്ടിയുടെ സീറ്റ് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഒരു സിംഗിൾ പീസ് സീറ്റിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ടാങ്കിനോട് ഏകദേശം യോജിച്ച് നിൽക്കുന്ന ടൈപ്പിലാണ് ആ ഒരു സീറ്റിൻ്റെ പോസ്റ്ററൊക്കെ വരുന്നത്. വണ്ടിയുടെ ഫുഡ് പാക്കും അങ്ങനെ തന്നെയാണ്. ഓവറോൾ വണ്ടി നിന്ന് ഓടിക്കാനൊക്കെ നൈസായിരിക്കും. ഓഫ് റോഡിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പോൾ എണീറ്റ് നിന്ന് ഓടിക്കാനൊക്കെ നല്ല കൺട്രോൾ പ്രതീക്ഷിക്കാം. പിന്നെ ഹാൻഡിൽ ബാർ കുറച്ച് വൈഡാണ്. പഴയ എക്സ്പൾസ് 210 പോലെ തന്നെയാണ് ഏകദേശം കാണാൻ പറ്റുന്നത്. എക്സ്പൾസ് 210 വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി വലുപ്പത്തിലുള്ള ടാങ്ക് ആയിരിക്കാം. മേ ബി ഒരു 14 അല്ലെങ്കിൽ 15 റേഞ്ചിലേക്ക് ടാങ്ക് റേഞ്ചും എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് വണ്ടി അഡ്വഞ്ചറിന് മാത്രമല്ല കുറച്ചും കൂടി ലോങ് ഡ്രൈവിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർക്കും വേണ്ടിയാണ് വണ്ടി അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ലൊരു ടാങ്ക് റേഞ്ച് വണ്ടിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി ഫ്രണ്ട് ഡിസൈൻ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി വലുപ്പത്തിലൊരു വിൻസ്ക്രീൻ കാണാൻ പറ്റും. ഇപ്പോൾ എക്സ്പൾസ് 210 വലുപ്പത്തിൽ വിൻസ്ക്രീനാണ്. ചിലപ്പോൾ ആ ഒരു വിൻസ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഫ്രണ്ട് ഡിസൈൻ ഓൾമോസ്റ്റ് കവേർഡാണ്. എന്നാലും ഏകദേശം ഈ ഒരു ഡിസൈനിലാണ് വണ്ടി അവർ ഇറക്കാൻ ചാൻസ് ഉള്ളത്. ഇനി വണ്ടിയുടെ സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ UST ഫോർക്കാണെന്ന് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. 210 ടെലിസ്കോപ്പി ഫോർക്കാണ് വരുന്നത്. ഇപ്പോൾ UST വരുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി റൈഡിങ് കംഫർട്ടിലൊക്കെ ചെറിയ വ്യത്യാസം വരും. കംഫർട്ട് കുറച്ച് കൂടും. നല്ലൊരു ലോങ് ട്രാവൽ സസ്പെൻഷൻ കൂടിയാണ്. TVSൻ്റെ RTX പോലെയൊന്നുമല്ല. നല്ല രീതിക്ക് ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് തന്നെയാണ് വണ്ടി അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. ചിലപ്പോൾ ഹീറോ അഡ്ജസ്റ്റബിലിറ്റിയിലെ ഷോക്ക് ഫ്രണ്ടിൽ കൊടുത്തേക്കാം. റീബൗണ്ടും കംപ്രഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പും കൂടി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ബാക്കിൽ പ്രീലോഡബിലിറ്റി ഇല്ല, അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് ആയിരിക്കും. ആ ഒരു കാര്യത്തിൽ എന്തായാലും ഹീറോ കോംപ്രമൈസ് ചെയ്യില്ല. കാരണം വണ്ടിയുടെ ഓഫ് റോഡ് പെർഫോമൻസ് ഒക്കെ അടിപൊളി തന്നെയായിരിക്കും. മാക്സിമം വണ്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ കൊടുക്കും. ഫ്രണ്ടിൽ 21 ഇഞ്ചിൻ്റെ ടയർസും ബാക്കിൽ 18 ഇഞ്ചിൻ്റെ ടയർസാണ്. സ്പോക്കറ്റ് വീൽസിലാണ് വണ്ടി വരുന്നത്. പിന്നെ പഴയ ടയർസ് കമ്പനി ആയിരിക്കില്ല, ചിലപ്പോൾ ടയർസിൻ്റെ കമ്പനീസിലൊക്കെ വ്യത്യാസം വന്നേക്കാം. വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ബ്രേക്കിംഗ് കാലിപ്പേഴ്സിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും. കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളൊരു കാലിപ്പേഴ്സ് അവർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. വണ്ടിയുടെ ബാക്കത്തെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടൈൽ സെക്ഷൻ തന്നെയാണ്. ഫുള്ളി LED സെറ്റപ്പിലാണ് ടൈൽ സെക്ഷൻ വരുന്നത്. പിന്നെ ഒരു ഹൈ മൗണ്ടഡ് ആയിട്ടുള്ള എക്സോസ്റ്റ് ആണ്. കുറച്ച് വലിപ്പത്തിൽ തന്നെയാണ് എക്സോസ്റ്റ് കാണാൻ പറ്റുന്നത്. പഴയ എക്സ്പൾസ് 210 പോലെയല്ല, 200 പോലെയല്ല, പുതിയ എക്സോസ്റ്റ് തന്നെയാണ്. നല്ലൊരു എക്സോസ്റ്റ് നോട്ടും വണ്ടിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ പഴയ എക്സ്പൾസ് 210 അത്യാവശ്യം നല്ല എക്സോസ്റ്റ് നോട്ടാണ്. പിന്നെ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിക്ക് കാണാൻ പറ്റും. എന്തായാലും ഒരു 220 മുകളിൽ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും പ്രതീക്ഷിക്കാം. വണ്ടി ഒരു സ്റ്റീൽ ട്രെല്ലിസ് ഫ്രെയിമിലാണ് വണ്ടി നിർമ്മിച്ചേക്കുന്നതെന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി മീറ്റർ കൺസോൾ നോക്കുവാണെങ്കിൽ ഒരു റെക്ടാങ്കിൾ ടൈപ്പിലുള്ള TFT മീറ്റർ കൺസോൾ തന്നെയാണ്. എക്സ്പൾസ് 210 കുറച്ചും കൂടി വലുപ്പത്തിലുള്ള TFT ആയിരിക്കാം. അതിലവർ കൊടുക്കാൻ പോകുന്ന ഫീച്ചേഴ്സ് വണ്ടിക്ക് ഡുവൽ ചാനൽ ABS ഓൾറെഡി പറഞ്ഞു. അത് സ്വിച്ചബിൾ ആയിരിക്കാം. അതിൽ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ടാവും. പിന്നെ ഒരു ക്വിക്ക് ഷിഫ്റ്ററും കൂടി ഹീറോ പുതുതായിട്ട് ഈ ഒരു ബൈക്കിന് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ സൈഡിൽ തന്നെ ഒരു നെക്കിൽ ഗാർഡും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മെയിനായിട്ടുള്ള മാറ്റർ വണ്ടിയുടെ എഞ്ചിനാണ്. ഏത് എഞ്ചിനായിരിക്കും വണ്ടിക്ക് അവർ കൊടുക്കാൻ പോകുന്നതെന്നുള്ള കാര്യം ഇതുവരെ കൺഫേം ആയിട്ടില്ല. പല റൂമേഴ്സ് ഉണ്ട് ഹാർലി ഡേവിഡ്സന്റെ എഞ്ചിനാണെന്നൊക്കെ പറഞ്ഞിട്ട്, മാവറിക്കിലൊക്കെ കൊടുത്ത എഞ്ചിനാണെന്ന്. പക്ഷേ അതൊന്നും കൊടുക്കാനുള്ള ചാൻസ് ഇല്ല. ഇതൊരു പുതിയൊരു എഞ്ചിനായിരിക്കും. ഒരു 421cc എഞ്ചിനാണെന്നും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു GSTൻ്റെ ഒരു ഇത് വെച്ചിട്ട് 350ൽ താഴെയാണെന്നും പറയുന്നുണ്ട്. എന്തായാലും എഞ്ചിൻ്റെ കൺഫേം ആയിട്ടില്ല. 210 ഉള്ളതുകൊണ്ട് മേ ബി ഒരു 350 എഞ്ചിൻ അവർ കൊടുക്കാനുള്ള ചാൻസ് കുറച്ച് ഡൗട്ട് ഉണ്ട് അതിൻ്റെ കാര്യത്തിൽ. ചിലപ്പോൾ ഇതൊരു 400cc എഞ്ചിൻ തന്നെ ആയിരിക്കാം. മേ ബി ഇതിനൊരു ഡെക്കാർ 450യുടെ റാലിയുടെ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഞ്ചിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. That's nice. Which bike you are riding? Hero 450 rally bike. That's really nice. That's really nice. It's nice to meet you. Thank you so much. Thank you so much. ഏകദേശം ഒരു 40 HP ആണ് വണ്ടിയുടെ പവർ എക്സ്പെക്ട് ചെയ്യുന്നത്. 40 Nm ടോർക്കും പ്രതീക്ഷിക്കാം. എഞ്ചിൻ്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ വരാനുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഏത് എഞ്ചിനും ആയിക്കോട്ടെ അത് കുഴപ്പമില്ല. എങ്കിലും മാക്സിമം നല്ലൊരു എഞ്ചിൻ അവർ കൊണ്ടുവന്നാൽ മാത്രമേ വണ്ടി ഇന്ത്യയിൽ സക്സസ് ആവുള്ളൂ. കാരണം എക്സ്പൾസ് ഒക്കെ അടിപൊളി ബൈക്കാണ്, എക്സ്പൾസ് 210 ബട്ട് അതിൻ്റെ എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു ബൈക്കിന് നല്ലൊരു റിഫൈൻമെൻറ്റുള്ള എഞ്ചിൻ കൊടുത്താൽ മാത്രമേ സക്സസ് ആവുള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള എഞ്ചിൻ,
അതിനുള്ളൊരു ചാൻസും കാണുന്നുണ്ട്. കാരണം മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു വണ്ടി അവർ പ്ലാൻ ചെയ്തേക്കുന്നത്. ഒരുപാട് ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. മാത്രമല്ല വണ്ടി ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 വർഷത്തിനടുത്തായി. എന്തായാലും കണ്ടറിയാം ഹീറോയുടെ ഒരു 400cc എഞ്ചിൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഹീറോ ആയതുകൊണ്ട് വണ്ടിയുടെ പ്രൈസിങ്ങിന് നല്ല കൺട്രോൾ ഉണ്ടാവും. നല്ലൊരു പ്രൈസ് റേഞ്ചിൽ ഒരു 400cc ബൈക്ക് വാങ്ങാൻ പറ്റും. ഇതിൻ്റെ ഒരു മെയിൻ കോമ്പറ്റേറ്റർ KTMൻ്റെ അഡ്വഞ്ചർ 390 പിന്നെ ഹിമാലയനൊക്കെയാണ്. ഇനി വണ്ടിയുടെ ലോഞ്ച് നോക്കുവാണെങ്കിൽ 2026 ഐക്മ മോട്ടോർ ഷോയിൽ വണ്ടി ഒഫീഷ്യലായിട്ട് അൺവീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 2026 ലാസ്റ്റിൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം, ഉറപ്പില്ല. എന്തായാലും 27 ഞാൻ ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത്.